സോ ഗൈസ്, ഇന്നലെ ഞാൻ ഒരു പോൾ ഇട്ടുണ്ടായിരുന്നു. വെൽക്കം ടു മൈ ചാനൽ മാഡ് വൈബ്സ്. അടുക്കളയിൽ മിക്സി ഓൺ ആക്കിയിട്ടുണ്ട്. കാരണം പീക്ക് ടൈമാണ്, ഹൗസ് വൈഫുമാരുടെ പീക്ക് ടൈമാണ് ഇത്. അപ്പോൾ ആ ഒരു മിക്സി സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്നലെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ടോപ്പ് 5 വരാൻ. റിംഗ് ലൈറ്റ് മാറ്റിക്കൊണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഫോൺ അങ്ങോട്ടോ നോക്കണ്ടായിരുന്നു. അപ്പം നോറ ടോപ്പ് 5 വരാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാർ ആരാന്ന് ചോദിച്ചിട്ട് ജാസ്മിൻ, ശ്രീതു, നോറയെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീതുവിനെ പറയുന്നുണ്ട്, നോറയെ പറയുന്നുണ്ട്, ജാസ്മിൻ പറയുന്നുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി കൂടുതൽ നോറയും ശ്രീതുവുമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ ടൈറ്റ് കോമ്പറ്റീഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ നോറയെ വരാൻ ചാൻസ് ഇല്ലെന്ന് പറയുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണ് പ്രേക്ഷകരോട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 ഓൺവേർഡ്സ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നോറ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കരച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നെഗറ്റീവ് ടോക്സ് ഉണ്ടായിരുന്നു, ബ്ലാബ്ലാ ടോക്സ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഡേ 1 ഓൺവേർഡ്സ് ഒരു കോംബോ പിടിക്കാതെ, ഒരു ഗ്രൂപ്പിസം പിടിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ആ വ്യക്തി ഇവിടം വരെ കളിച്ചു വന്നത്. അത് മാത്രമല്ല, ലാലേട്ടനാണെങ്കിലും നോറോട് സംസാരിക്കുമ്പോൾ ഒരു ഫേവറിസം ഉണ്ട്. ബിക്കോസ് ആളുടെ സംസാരം അങ്ങനത്തെയാണ്, ഒരു കിൽക്കാൻ പറ്റിയ ടോക്കാണ്. അത് കുഴപ്പമില്ല, അത് അവിടെ നിന്നോട്ടെ, ഒരു കിൽക്കാൻ പറ്റിയ ടോക്കാണ്. കാരണം അങ്ങനത്തെ ഒരു സംസാരമാണ്. ആക്ഷൻസും ബോഡി ലാംഗ്വേജും ഒക്കെ പെട്ടെന്ന് ചിലർക്ക് ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോറയ്ക്ക് ഇപ്പൊ നന്ദനയ്ക്ക് അതിൻ്റെ ഉള്ള ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും പുറത്തുള്ള ആൾക്കാർക്കായിട്ടൊരു മെന്റലി അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതേപോലെ നോറയ്ക്ക് പുറത്തെ ആൾക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും നോറ ഇഷ്ടമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആർക്കും നോറയോട് ഒരു ഫേവറിസമോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് വൈസ് ഒരു ഇഷ്ടമോ കാര്യങ്ങളോ തോന്നിയിട്ടില്ല. ഇപ്പൊ ജിൻഡ തന്നെ നട്ടപ്പാരിക്ക് ഇരുന്ന് പറയണ്ടായിരുന്നു, എനിക്കറിയായിരുന്നു നോറ പോവില്ല എന്നുള്ളത്. നോറ സീക്രട്ട് റൂമിലോട്ട് ഇട്ടു. അപ്പം നോറ പോവില്ല എന്നറിയായിരുന്നു. കാരണം അത് അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. വൈ? ബിക്കോസ് നോറ അത്യാവശ്യം കളിച്ചു വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ അഭിഷേക് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നോറ പോകുന്നുള്ളത്. നമ്മുടെ ജാസ്മിൻ അഭിഷേക് അടുത്ത ആഴ്ച ഉണ്ടാവില്ല, അതുകൊണ്ട് ഋഷിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ടിക്കറ്റ് ഫിനാലയുടെ ഒരു സംഭവം കൊടുത്തെങ്കിൽ അഭിഷേക് ഇപ്പൊ ടോപ്പ് ഫിനാലെ ടോപ്പ് 5ലേക്ക് കയറി എൻട്രി ആയി. അപ്പൊ അതിൻ്റെ ഉള്ള പ്രഡിക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യേലപ്പുറത്ത് തേങ്ങ പോലെയാണ്, നടക്കണ പോലെയൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു ടൈറ്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ ജാസ്മിന് ഓൾറെഡി അന്ത ഫാൻസ് വക എല്ലാ രീതിയിലും ഹ്യൂജ് ഫാൻ പവർ ഉണ്ട്. പിന്നെ ശ്രീധുവിനാണെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ സൈലന്റ് ആയിട്ട് ഇത്രയും ദിവസം നിന്ന ഒരു ഗെയിമർ ആരാണ് BB6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീധുവിനെ തന്നെ ഞാൻ പറയും. തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ വോട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ അവിടെ ട്രാപ്പിലാവാൻ പോകുന്നത് അൺഫോർച്ചുനേറ്റ്ലി നോറയാണ്. സോ എത്ര നല്ല ഗെയിമർ ആണെങ്കിലും എത്ര ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം കൂടിയും വേണം. അപ്പോൾ സീക്രട്ട് റൂമിലോട്ടൊക്കെ ഇട്ട് ഒരു സ്പെഷ്യൽ പവറൊക്കെ കൊടുത്ത് ഒന്ന് സമാധാനിപ്പിച്ച് പുറത്തേക്ക് ഇടുമോ നോറയെ? അതായത് കഴിഞ്ഞ തവണ എന്നെ ക്യാപ്റ്റനാക്കി, ഞാൻ ക്യാപ്റ്റനായി ഒന്ന് സന്തോഷിപ്പിച്ച് പുറത്താക്കിയ പോലെ സീക്രട്ട് റൂമിലേക്ക് ഇട്ട് പിറ്റേ ദിവസം കയറ്റി കഴിയുമ്പോൾ എഗെയിൻ നോറയ്ക്ക് ഒരു കോൺഫിഡൻസും മേ ബി ഓവർ കോൺഫിഡൻസും ഞാൻ ഇനി പോവില്ല, ടോപ്പ് 5ലോട്ട് കയറുന്നൊക്കെ ഉള്ള ചിന്താഗതി ഉണ്ടാവും. ആ ചിന്താഗതിയൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ അടുത്ത ആഴ്ച അഭിഷേക് പറഞ്ഞ മാതിരി പുറത്തേക്ക് പോവോ, അതോ ഈ 3 പെൺകുട്ടികളും ടോപ്പ് ഇതിലേക്ക് കയറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും പ്രസ് മീറ്റിങ്ങും പണപ്പെട്ടി ടാസ്കൊക്കെ ആയിട്ട് ഇനിയും ഗെയിം മുറുങ്ങാൻ പോവുകയാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നോറ നെക്സ്റ്റ് വീക്ക് ഔട്ട് ആവുമോ, അല്ലെങ്കിൽ നോറ ഔട്ട് ആവുമെന്ന് പറയുന്ന ചില പ്രേക്ഷകരോട് റീസൺസ് ആണ് ഞാൻ ചോദിക്കുന്നത്. കമന്റ് ചെയ്യുക.